എന്തൊക്കെയാ അടിപൊളിയല്ലേ യാത്രയൊക്കെ? ഓ അടിപൊളി. ഇതാര് രമ്യോ? എന്തൊക്കെയാ നാട്ടില് വിവരങ്ങള്? നാട്ടിൽ ചൂടുള്ള പറയൂ. നമ്മളെ ശോഭേച്ചിന്റെ വീട്ടിന്റെ തൊട്ടടുത്ത് 2 പെൺകുട്ടികൾ മാത്രം താമസിക്കാൻ വന്നിക്ക്. ഓഹോ. അച്ഛനുമില്ല അമ്മയില്ല ആരുമില്ല. കഷ്ടം കഷ്ടം. എന്നിട്ടെന്താ ഈ നാട്ടിലെ ചെറുപ്പക്കാര് മൊത്തം ആ വീട്ടിന് മുന്നിലാ. എന്നാലും അവിടെ ഒരു ലാഭം ഉണ്ടല്ലോ. ഇവിടെ ഒരു നഷ്ടം, അവിടെ ഒരു ലാഭം. അതൊക്കെ പോട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് നമ്മുടെ നാട്ടിലെ പൂവാലന്മാരിൽ നിന്നും അവര് നേരിടുന്നുണ്ടോ? ഉണ്ടോന്നോ? ഏതെങ്കിലും വിധത്തിൽ പൂവാലന്മാർ എത്തി നോക്കുക, ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമം ഉണ്ടാവുക, പരിചയം പുതുക്കാനെന്ന ഭാവേന ആ വീട്ടിലേക്ക് ചെല്ലുക, ഇതല്ലേ ഇപ്പൊ നടക്കുന്നത്. എനിക്ക് മനസ്സിലായി. നിങ്ങളെ പോലത്തെ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ നഗരങ്ങളിലേക്ക് ചെന്ന് രാപ്പാർക്കണം. രമ്യ ഹർമ്മ്യങ്ങളുള്ള കൊച്ചിയിൽ ചെന്ന് രാപ്പാർത്തിട്ടുണ്ടോ? ഞാൻ പോയിട്ടൊന്നുമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓരോ ഫ്ലാറ്റിലും ഓരോ ലേഡീസും ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. അവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വലിയ കാറൊക്കെ എടുത്ത് കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂരേക്ക് ഓടിച്ചു പോന്നു. അവിടുന്ന് മദ്രാസിലേക്ക് പോകുന്നു. ആരെങ്കിലും തുണയുണ്ടായിട്ടാണോ? ഇവിടെ 2 സ്ത്രീകളില്ലേ? എന്തായാലും ഈ കോഴിക്കോട് അങ്ങാടിയിൽ ഇതൊന്നും നടക്കൂല. ഞങ്ങൾ പെണ്ണുങ്ങൾ വെച്ച് പൊറപ്പിക്കില്ല. 2 സ്ത്രീകൾ ഉള്ളതാണല്ലോ നിങ്ങളുടെ പ്രശ്നം. അതെ. അതിൽ 2 പുരുഷന്മാരും കൂടി ഉണ്ടായാൽ കുഴപ്പമുണ്ടോ? അത് ശരിയാ. രമ്യ, നിന്റെ ജാക്സൺ ഇപ്പോൾ എവിടെയുണ്ട്? ജാൻസൺ അല്ല, ആൻസൺ. അത് നിനക്ക് പണ്ടവൻ നഴ്സറി കലോത്സവത്തിൽ മൈക്കിൾ ജാക്സന്റെ ഒരു ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ എനിക്കവൻ മൈക്കിൾ ജാക്സൺ ആണ്. മൈക്കിൾ ജാക്സൺ ഇഷ്ടം മൂൺ വാക്ക് ആയിരുന്നെങ്കിൽ നിന്റെ ഭർത്താവിന് ഇഷ്ടം നൈറ്റ് വാക്കാണ്, രാത്രി സഞ്ചാരം. ഇപ്പൊ അവൻ എവിടെ പോയി? ഡ്യൂട്ടിക്ക് പോയതാ. ഓ, ഡ്യൂട്ടിയിലാണല്ലേ. ഞാൻ പോട്ടെ, കുറച്ച് ആൾക്കാരോട് പറയാണ്ട്. ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ സാധാരണക്കാരന്റെ ജീവിതം എന്താവും? ഈ നാട് വളരെയേറെ പുരോഗമിക്കേണ്ടിയിരിക്കുന്നു. വളരെ നമസ്കാരം. എന്താ ഇവിടെ? അത് അവർക്ക് പൈസ ആവശ്യമുള്ളപ്പോ വിളിച്ചോളൂ കേട്ടോ. എന്താ ഇവിടെ? ഈ വീട്ടിനകത്ത് 2 പെൺകുട്ടികൾ മാത്രം താമസിക്കാൻ പാടില്ല. 2 പെൺകുട്ടികൾ? അതിനെന്തിനാ ഞങ്ങൾ നോക്കിക്കുന്നത്? ആവശ്യം അവര് ബാലേട്ടനെ അറിയിക്കൂ. മനസ്സിലായോ? കഷ്ടം നോക്കണം. 2 പെൺകുട്ടികൾ ഇവിടെ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കും. അതും ബാലനറിയാതെ. പോയി നോക്കാം. ഒന്ന് പരിചയപ്പെട്ടാലോ? ഒരു വിഷമം ഉണ്ടാവില്ല, തിരക്ക് കാരണം വരാൻ പറ്റാഞ്ഞിട്ടാണേ. ആരാ? പറ. അപ്പോ പുതിയ താമസക്കാര്? അതെ. എവിടെയായിരുന്നു ആദ്യം താമസിച്ചത്? പത്തനംതിട്ടയില്. മോള് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഡിഗ്രിയാ. നിങ്ങളാരാ? മനസ്സിലായല്ലോ അല്ലേ? ഇല്ല. ഞാൻ ബാലൻ. ഈ നാട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തത് ഞാനാ. എന്റെ അണ്ടറിലാണ് ഈ നാട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ പാമ്പ് ശല്യം ഉണ്ടോ? പാമ്പ് പിടുത്തക്കാരനാണോ? പാമ്പ് പിടുത്തായിട്ടല്ല. നമ്മൾ ഈ വീട്ടില് കറണ്ട് പോകുമ്പോ അടുത്ത വീട്ടിലെ ചേട്ടൻ വന്ന് വിളക്ക് കളിക്കുന്നത്, ഈ പാമ്പ് ശല്യം ഉണ്ടാവുമ്പോൾ സഹായിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സിനിമയിലൊക്കെ കണ്ട പഴയ സൗഹൃദങ്ങൾ. അയൽപക്കത്തെ ചേട്ടനായിട്ട് ബന്ധങ്ങളുണ്ടാണ്, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ അങ്ങനെയൊന്നും ചോദിച്ചതാ. അല്ല മാമ, കിണറ്റിൽ വീണ് തൊട്ടിക്കെടുക്കപ്പോ എടുക്കെങ്കിൽ
അല്ല ഇവിടുത്തെ കിണറ്റിലൊരു തൊട്ടി വീണനെ. ആളവിട കേട്ടാ. ഉം. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. എന്നാല് അല്ല ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഞങ്ങൾക്കൊന്ന് പുറത്തു കൊണ്ടിരുന്നേ. ഓ, എനിക്ക് സമയമില്ല, എനിക്ക് പോവാനുണ്ട് ആ. കേട്ടോ. ഏത് ഭാഗത്തേക്കാ? കൊയിലാണ്ടി ഭാഗത്തേക്കാണോ? അതെ. ഞാൻ വിട്ടുതരണം അവിടെ. അയ്യോ വേണ്ട വേണ്ട. ഞാൻ വേണമെങ്കിൽ ഇല്ല വേണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ട് ബാലേട്ടനെ വിളിക്കുന്നത്, നമ്പർ ഒന്ന് നോട്ട് ചെയ്യണോ? അയ്യോ അതിന്റെ ആവശ്യമില്ല, വേണ്ട. ആവശ്യമുണ്ട്, ഇവിടെ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. ഓക്കെ, നിങ്ങളുടെ നമ്പർ ഞാനൊന്ന്. അയ്യോ, വേണ്ട, വേണ്ട. വേണ്ടല്ലോ അല്ലേ? ഓക്കെ ശരി, നല്ല ഓക്കെ. ശരി. അല്ല അല്ല പോയിട്ടില്ല. അത് അവർ തനിച്ചായോണ്ട് ഞങ്ങള് എല്ലാവർക്കും തനിച്ച ആരവരാ? അവര് പണ്ടുന്ന സ്ഥലത്ത് തനിച്ചായിരുന്നു. ഇപ്പൊ ഇവിടെ ബാലേട്ടനുണ്ടെന്ന് അറിഞ്ഞ് സേഫായിട്ട് ജീവിക്കാണ്. മനസ്സിലായല്ല? ഇനി അവര് തനിച്ചല്ല, അവരോട് ഞാനുണ്ട്. പഴയ കഥകളൊക്കെ പറഞ്ഞപ്പോ എന്ത് കഥ? ഇടാ പണ്ട് അല്ല, ഞാനെന്ത് നിന്നോടൊക്കെ പറയുന്നു. ഒരു കാര്യം, മീരയ്ക്ക് ഫാമിലിക്ക് ഇനി ഞാനുണ്ടാവും. ഇനി ഇവിടെ ഒറ്റൊന്നിനും കാണരുത്. വിട്ടോ വിട്ടോ, പോ പോ, വിട്ടോ. ഇനി ഈ ഗേറ്റ് മുന്നിലൊരു കാവൽ ജവാനായിട്ട് ഞാനുണ്ടാവും. നമുക്ക് പോടാ. ഇയാള് അവർ കാവൽ ജവാനൊന്നുമല്ല, അവർ കാവൽ നായി. ഞാൻ പറയട്ടെ. പോ, പോ, ഓട്.